പ്രതിഷേധം കനത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ടാണ് നിലവിൽ SFI പ്രവർത്തകർ തിരുവനന്തപുരത്തും പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത്. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം കാണുവാനായി സാധിക്കുന്നത്. ഗവർണർക്ക് ക്ഷീണം അകറ്റാനായി സംഭാരം നൽകിയുള്ള ഒരു വേറിട്ട പ്രതിഷേധ രീതിയുമായിട്ടാണ് SFI പ്രവർത്തകരെത്തിയത്. പക്ഷേ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. രാജ്യം മുഴുവൻ ഇപ്പോൾ കേരളം തന്നെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഗവർണർക്ക് CRPFന്റെ Z+ സുരക്ഷ ഒരുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് SFI പ്രവർത്തകർ നടത്തിയ അതിക്രമങ്ങളെപ്പറ്റി ഗവർണറോട് വിശദീകരണം തേടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയ കാര്യം രാജ്ഭവൻ തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ പ്രതിഷേധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് കൃത്യമായ നടപടികൾ നിമിഷ നേരം കൊണ്ട് കൈക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്താകട്ടെ തൈക്കാട് ഗസ്റ്റ് ഹൗസിന് സമീപത്താണ് വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണർ പങ്കെടുക്കാനായി എത്തുന്നതിന് തൊട്ട് മുൻപ് സംഭാരവുമായി SFI പ്രവർത്തകർ എത്തിയത്. തൊട്ട് പിന്നാലെ പോലീസ് ഇടപെട്ട് ഇവരെ മാറ്റുകയായിരുന്നു, അനുനയിപ്പിക്കുകയായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു കൊല്ലം നിലമേലിൽ റോഡിലിരുന്ന് ഗവർണർ പ്രതിഷേധം നടത്തിയത്. അങ്ങനെ ഇരുന്ന ഗവർണർക്ക് ക്ഷീണമുണ്ടാകും, ഗവർണറെ ക്ഷീണം മാറ്റാനെന്ന പേരിലാണ് സംഭാര പ്രതിഷേധവുമായി SFI പ്രവർത്തകർ വന്നത്. 2 SFI പ്രവർത്തകരെ പോലീസ് ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുവാനായി സാധിക്കുന്നത്. ഗവർണർക്കെതിരായുള്ള പ്രതിഷേധം ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു കാരണവശാലും ഒരു തെല്ല് പോലും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് SFI നേതാക്കൾ പറയുന്നത്. നിലവിൽ കേരള പോലീസ് തന്നെയാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. Z+ സുരക്ഷ എത്തുന്നതോടെ 55 അംഗ സുരക്ഷാ സേനയായിരിക്കും ഗവർണർക്ക് സുരക്ഷ ഒരുക്കാനായി എത്തുന്നത്. 10-ലധികം കമാൻഡോകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5-ലധികം ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളടങ്ങിയ വാഹന വ്യൂഹം തന്നെയായിരിക്കും ഗവർണർക്ക് അകമ്പടി സേവിക്കുന്നതും. കാര്യങ്ങളൊക്കെ തന്നെ കീഴ്മേൽ മറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഗവർണർക്ക് നേരെ പ്രതിഷേധ പരിപാടികളുമായി മുന്നിട്ടിറങ്ങിയാൽ തക്കതായ തിരിച്ചടി SFI പ്രവർത്തകർക്കും ആര് തന്നെയായിരിക്കും പ്രതിഷേധക്കാർ അവർക്കൊക്കെ തന്നെ ലഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.